അപ്പോൾ ഇങ്ങനെയുള്ള സമരങ്ങൾ നടത്തി ഇതിനൊന്നും കാണാത്തവന്മാരാണ് ഏതെങ്കിലും രാജ്യദ്രോഹികൾ ഡൽഹിയിൽ പോയി സമരം നടത്തുമ്പോൾ അവിടെ പോയിട്ട് പിന്നെ പിന്തുണ അർപ്പിക്കുന്നത്. എന്നിട്ട് ഇന്നലെ പോയതോ മുണ്ടും പൊക്കി എടുത്തിട്ട് നമ്മുടെ മന്ത്രി പോയി വിഷ്ണുനാഥ് പോയതെങ്ങോട്ടാ? നേരെ പിന്നെ പോലീസിന്റെ വണ്ടിയിലേക്കാണ്. മേ മിനിസ്റ്റർ ഹോ ഹേ എന്ന് പറഞ്ഞിട്ട് പോയത് എങ്ങോട്ടേക്കാ? ഈ പോലീസിന്റെ വണ്ടിയിലേക്ക്, ഡൽഹി പോലീസിന്റെ വണ്ടിയിലേക്ക്. അല്ലെങ്കിൽ അടിച്ച് പുറം പൊളിക്കുന്ന കൃത്യമായിട്ട് അറിയാം. റഹീം എന്താ ചെയ്തേ? റഹീം ഏതെങ്കിലും ഈ അക്രമ സമരത്തിന്റെ ഏതെങ്കിലും മുന്നിൽ റഹീം ഉണ്ടായിരുന്നോ? ഞാൻ ചോദിക്കുന്നു. അതിനോടനുബന്ധിച്ചൊരു കാര്യം പറയാനുണ്ട്. നമ്മളൊക്കെ ഈ ഫീൽഡിൽ റിപ്പോർട്ടിംഗിൽ ഉണ്ടായിരുന്ന സമയത്ത് SFIയുടെ സമരം വരുമ്പോൾ കൃത്യമായി അവിടെ അടി നടക്കുമെന്ന് കണ്ടു കഴിഞ്ഞാൽ റഹീം അവിടെ നിന്ന് അപ്രത്യക്ഷനാകും. പിന്നീട് വരുന്നത് അവിടുത്തെ പാർട്ടിയുടെ നേതാക്കന്മാരോട്ട് പിന്നെ ജനറൽ ഹോസ്പിറ്റലിലും മെഡിക്കൽ കോളേജിലായിരിക്കും. ഞാൻ പറയുന്നത് ബ്രിട്ടാസ് ഈ മുഴുവൻ സമരങ്ങളുടെയും ഈ പ്രകോപനം ഉണ്ടാക്കിയത് ബ്രിട്ടാസിന്റെ യിലാണ്. ബ്രിട്ടാസ് എവിടെയെങ്കിലും ഉണ്ടായിരുന്നോ? ഏതെങ്കിലും ഈ ഒരു അടി ഉണ്ടായ സ്ഥലത്ത് ബ്രിട്ടാസ് ഉണ്ടായിരുന്നു? ഞാൻ പറയുന്നത് ഈ പറഞ്ഞ കേരളത്തിൽ നിന്ന് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആളുകളെന്ന് പറഞ്ഞ് ഈ പറഞ്ഞ CJP ഇപ്പോൾ മമ്മൂട്ടി, നമ്മൾ മലയാളത്തിൻ്റെ മഹാനടന്ന് മമ്മൂട്ടി CJPക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇയാൾക്ക് CJP എന്താ, നീറ്റ് എന്താ, അവിടെ നടക്കുന്ന എന്താണെന്നുള്ള തിരിച്ചറിവുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. 2 രഞ്ജിനി ഹരിദാസ്